വചനം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ദൈവം ഇന്ന് നമുക്ക് നൽകുന്ന വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വചനം വഴി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വചനം വഴി ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യത്തിൽ ഒരു പടി കൂടി വളരാൻ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് ഇടവരുത്തണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പരിശുദ്ധാത്മാവേ, തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും വിവേകവും അറിവും ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസത്തിൻ്റെ ചൈതന്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനം തിരുവചനത്തിലൂടെ ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന ഉപദേശം, വചനം ഇതാണ്: നമ്മൾ മാതാപിതാക്കൾ മക്കളെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ഒരുപാട് ഉത്കണ്ഠാകുലരാണ്. ഒരുപാട് മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരാണ്. ഒരുപാട് ആകുലത ഇന്ന് മാതാപിതാക്കളുടെ മനസ്സിലുണ്ട്. ദൈവമേ, ഇവരെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ഇവരുടെ ജീവിതം ഈ ഭൗതിക തലത്തിൽ കെട്ടിപ്പടുക്കും എന്നതിനെക്കുറിച്ച് ഒരുപാട് പേര് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ മക്കൾക്ക് നല്ല പരിശീലനം കൊടുക്കേണ്ട വ്യക്തികളാണ്. കുടുംബം ഒരു പരിശീലന കളരിയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ കുടുംബവും ഒരു പരിശീലന കളരിയാണ്. മാതാപിതാക്കൾ പരിശീലിപ്പിക്കുന്നവരും പരിശീലനം സിദ്ധിക്കുന്നവർ മക്കളുമാണ്. ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് ഭൗതിക തലത്തിലുള്ള പരിശീലനങ്ങൾ ധാരാളം ഇന്ന് മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷനുണ്ട്, എൻട്രൻസ് കോച്ചിങ് ഉണ്ട്, മറ്റു പല വിധത്തിൽ ഗൈഡ്, ഒരുപാട് സാധ്യതകളിലൂടെ നമ്മൾ നമ്മുടെ മക്കളെ പല വിധത്തിലുള്ള ഭൗതിക തലത്തിലുള്ള പരിശീലനം നൽകുന്നുണ്ട്. കായികമായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട്, ബുദ്ധിപരമായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട്, അതുപോലെ മറ്റു പല വിധത്തിൽ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായ വിധത്തിലുള്ള ഒരു പരിശീലനം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. അത് പരിശീലിപ്പിക്കണമെന്ന് ബൈബിൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ ദൈവഭക്തിയിൽ നമ്മൾ പരിശീലിപ്പിക്കണം, ദൈവവിശ്വാസത്തിൽ നമ്മൾ പരിശീലിപ്പിക്കണം. ആത്മീയ കാര്യങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ നമ്മുടെ മക്കളെ പരിശീലിപ്പിച്ചെടുക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ആത്മീയമായ പരിശീലനം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറേയൊക്കെ പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ലോകത്തെയും വരാനിരിക്കുന്ന ലോകത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. വചനം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആത്മീയമായ പരിശീലനം നമുക്കെല്ലാവർക്കും സിദ്ധിക്കണം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറേയൊക്കെ ലാഭമുണ്ട്. നന്നായിട്ട് ഓടിയാൽ ശരീരത്തിൽ ആരോഗ്യം, കുറച്ച് കാര്യങ്ങളൊക്കെ നിലനിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ ആത്മീയത അതിലെല്ലാം ഉപരിയാണ്, തികച്ചും ആവശ്യമായ കാര്യമാണ്. അതെന്താ കാരണം? ഈ ആത്മീയ പരിശീലനം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഭൗതിക തലത്തിൽ നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം നേടിക്കൊടുത്താലും അത് അവരുടെ മരണം വരെ മാത്രമേ അവർക്ക് ഐശ്വര്യത്തിനോ നന്മയ്ക്കോ കാരണമാവുകയുള്ളൂ. എന്നാൽ ആത്മീയ തലത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്നത് ഈ ലോകത്തിലും അത് ഉപകരിക്കുന്നു, വരാനിരിക്കുന്ന ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ക്രിസ്തുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും അതിടയാക്കുന്നു. അതാണ് അതിനകത്തുള്ള വാഗ്ദാനം. ആത്മീയതയിലാണ് നിത്യജീവൻ്റെ വാഗ്ദാനങ്ങളുള്ളത്.
പ്രൈസ് ദി ലോർഡ്. ഭൗതികതയിൽ എന്ത് വാഗ്ദാനങ്ങളേ ഉള്ളൂ? ഈ ഭൂമിയിൽ ഒരു നല്ല ജോലി നേടി, നല്ല സമ്പത്ത് നേടി, ഒരു നല്ല വീടൊക്കെ വെച്ച്, ഒരു വാഹനമൊക്കെ വാങ്ങിച്ച്, വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ഭൗതിക തലത്തിൽ ചുറ്റിപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത് മരണത്തോടുകൂടി തീരും. നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഉപകരിക്കുന്നത് മരിക്കുന്ന സെക്കൻഡ് വരെയാണ്. നമ്മുടെ ആരോഗ്യം നമുക്ക് ഉപകരിക്കുന്നത് മരിക്കുന്ന സമയം വരെയാണ്. നമ്മുടെ സൗന്ദര്യം നമുക്ക് ഉപകരിക്കുന്നത് ആ മരണസമയം വരെയുള്ളൂ. അതിനുശേഷം ഇതൊന്നും നമുക്ക് ഉപകരിക്കില്ല. സമ്പത്തോ ആരോഗ്യമോ സൗന്ദര്യമോ കഴിവോ സ്വാധീനമോ ഒന്നും പിന്നീട് നമുക്ക് ഉപകരിക്കില്ല. എന്നാൽ ആത്മീയ കാര്യങ്ങളിലുള്ള പരിശീലനം അത് പ്രിയപ്പെട്ടവരെ മരണാനന്തര ജീവിതത്തിലും ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്, നമ്മുടെ മക്കളെ ആത്മീയ കാര്യങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കണം. ചിലരുടെ ചിന്ത ഇതാണ്, ഇപ്പോൾ പിള്ളേരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? അവർ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് വിശ്വാസം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? അവരുടെ പ്രാർത്ഥന പറഞ്ഞാൽ മനസ്സിലാവുമോ? എൻ്റെ സഹോദരങ്ങളെ, പ്ലേ സ്കൂളിലും അല്ലെങ്കിൽ LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് കാര്യങ്ങൾ അതെത്രയോ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ലേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ. അത് ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയാണ് ഈ ജീവൻ്റെ വചനം മനസ്സിലാക്കാനുള്ള ജ്ഞാനം ആ കുട്ടിക്ക് ദൈവം കൊടുത്തിട്ടില്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ തെറ്റായ ധാരണയാണ് അത് അവർക്ക് മനസ്സിലാവില്ല എന്ന്. മനസ്സിലാവും, അവർക്കത് ഗ്രഹിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. അതാണ് ഫിലിപ്പിയർ 4:13 പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയർ 4:10 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അത് ഭൗതിക കാര്യങ്ങൾ ചെയ്യാനും പറ്റും, ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, മനസ്സിലാകും, നമ്മളവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. മാതാപിതാക്കളായ നമ്മൾ അവർക്ക് ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളെ മാത്രം പരിശീലിപ്പിച്ച് വളരെ സ്വാർത്ഥമതികളായ വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിൽ ദൈവഭക്തിയിൽ അവർ തീക്ഷ്ണമതികളായി, അവർ വിശ്വാസത്തിൽ തീക്ഷ്ണമതികളായി, പ്രാർത്ഥനയിൽ തീക്ഷ്ണമതികളായി, വചനം പഠിക്കുന്നതിൽ തീക്ഷ്ണമതികളായി വളർന്നു വരണമെന്ന് നമ്മുടെ പിതാവായ ദൈവം സ്വപ്നം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മലാക്കി 2:15 ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ ആഗ്രഹിക്കുന്നത്? നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നം അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസത കാണിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. എന്നൊരു വചനം പറയാണ്, ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മലാക്കി 2:15 ദൈവഭക്തരായ സന്തതികൾ, അതാണ് ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ മക്കൾക്ക് ദൈവഭക്തി പരിശീലിപ്പിക്കണം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവരുടെയും സഹായത്തിന് ഓടിയെത്തുക, ഈ ലോകത്തിൻ്റെ കളങ്കമേശാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഇതാണ് യഥാർത്ഥ ദൈവഭക്തി. ഇതാണ് പരിശീലിപ്പിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതായത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. യാക്കോബ് 1:27. എന്താണ് ആ ഭക്തി? അനാഥരുടെയും വിധവകളുടെയും സഹായത്തിന് ഓടിയെത്തുക. അനാഥരും വിധവകളുടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടും ദുരിതവും ക്ലേശവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ, രോഗികളും ദുർബലരുമായ മനുഷ്യൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ സഹായത്തിന് വരാനുള്ള ഒരു ആത്മീയ ചൈതന്യം, അത് ആത്മീയ ചൈതന്യമുള്ളവർക്കേ അങ്ങനെ സഹായിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദൈവഭക്തി ഉള്ളവർക്കേ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ സഹായത്തിന് ഓടിയെത്തുക. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ കളങ്കമേശാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഇതാണ് യഥാർത്ഥമായ ഭക്തി. ഹല്ലേലൂയ. ഇത് നമ്മൾ പരിശീലിപ്പിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സ്വാർത്ഥമതികളായ ധാരാളം കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്, സത്യമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഭക്തിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പരിശീലനം കൊടുത്താണ് ഈ ഭൂമി വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് ചിന്തിക്കണം. ഒരു തല മാത്രം എൻ്റെ മൂക്ക് മാത്രം വളർന്നാൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവർ അതിൻ്റെ സ്ഥിതി? എൻ്റെ ഒരു കൈ മാത്രം വളർന്നാൽ ആ സ്ഥിതി ആലോചിച്ച് നോക്കിയേ.
അതുപോലെ മനുഷ്യന് രണ്ട് തലങ്ങളുണ്ട്, ആത്മീയ തലമുണ്ട്, ഭൗതിക തലമുണ്ട്. ഇന്ന് ആത്മീയ തലം മാത്രം വളർത്താൻ വേണ്ടി ഞാനും നിങ്ങളും ഒരുപാട് പരിശ്രമിക്കുമ്പോൾ അവൻ്റെ ആത്മീയ തലം ശുഷ്കിച്ചു പോകും. അത് നിത്യതയെക്കുറിച്ചുള്ള സകല വാഗ്ദാനങ്ങളും അവനിൽ കെടുത്തിക്കളയും. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവ് നിത്യതയിലെത്തില്ല. മർക്കോസ് 8:36 ഈശോ ചോദിച്ചില്ലേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും, എന്ന് വെച്ചാൽ ഈ ഭൗതിക തലത്തിൽ അവൻ നേടാവുന്നതിൻ്റെ മാക്സിമം അവൻ കൈമുതലാക്കിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം? അടുത്ത വചനം എന്താ? അവൻ്റെ ആത്മാവിന് പകരം അവൻ എന്തു കൊടുക്കും? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും, മർക്കോസ് 8:36, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരം എന്ത് കൊടുക്കും? പ്രിയപ്പെട്ട കാരണവന്മാരെ, നിങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു, ഉന്നതമായ നിലയിൽ ധാരാളം സമ്പത്ത് അവർക്ക് നേടിക്കൊടുത്തു. അവർ ഈ ലോകത്തിൽ വലിയ മഹാന്മാരായി മാറി. പക്ഷേ അവരുടെ ആത്മാവ് സ്വസ്ഥതയിലാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? അവരുടെ ആത്മാവ് എങ്ങോട്ടാ പോണത് എന്ന് ചിന്തിക്കാറുണ്ടോ? അവരുടെ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ദൈവഭക്തി അവർക്ക് നിങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ ആത്മാവ് നിത്യതയിലേക്ക് എത്താൻ പറ്റുന്ന വിശ്വാസ ചൈതന്യം അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? അവർക്ക് അവരുടെ ആത്മാവ് നിത്യതയിലേക്ക് ഈ ലോകത്തിൻ്റെ കളങ്കമേശാതെ മുൻപോട്ട് പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനാ ജീവിതം അവർക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ഭൗതികത കൊണ്ട് എല്ലാം ആകുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. കുറേ ജോലിയും കുറേ പണമായതുകൊണ്ട് മനുഷ്യജീവിതം ധന്യമായി എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയത വരാനിരിക്കുന്ന ലോകത്തെ സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അത് ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളും നടക്കും, ആത്മീയ ലോകത്തിലേക്ക് അത് വലിയ നിധിയായി സംഭരിക്കാനും പറ്റും. അതുകൊണ്ട് നമ്മൾ ദൈവഭക്തിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. പ്രഭാഷകൻ 27:3 വചനം എന്താ പഠിപ്പിക്കുന്നത്? ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവരുടെ ഭവനം അതിവേഗം നശിക്കും. നിങ്ങളുടെ മക്കളുടെ ഭവനം തലമുറ ആകുമ്പോഴേക്കും അത് അറ്റുപോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവഭക്തി പരിശീലിപ്പിക്കേണ്ട. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം പരിശീലിപ്പിക്കേണ്ട, ഭൗതികത മാത്രം പരിശീലിപ്പിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവരുടെ ചിന്താമണ്ഡലമല്ല ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് കറങ്ങി അവസാനം ദൈവനിഷേധികളായി മാറി, സഭാനിഷേധികളായി മാറി, കൂദാശകൾ അവഗണിച്ച് അവർ വെറും ഭൗതിക മനുഷ്യരായി ജീവിച്ച് നാശത്തിൻ്റെ വഴിയെ പോയി അവരുടെ കുടുംബം അടിക്കടി തകർന്നുകൊണ്ടിരിക്കും. പ്രഭാഷകന്റെ പുസ്തകം 27:3 പറയുന്നത്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവരുടെ ഭവനം അതിവേഗം നശിക്കും, വളരെ ഫാസ്റ്റായിട്ട് നശിക്കും. ഇന്ന് യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ നോക്കിയാൽ ആ ഭവനങ്ങൾ തകർന്നു കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെ, കാരണം എന്താ? അവർക്ക് വിശ്വാസമില്ല, അവർക്ക് ഭക്തി എന്താണെന്ന് അറിഞ്ഞുകൂടാ, അവർക്ക് പ്രാർത്ഥന എന്താ അറിഞ്ഞുകൂടാ, ആത്മീയത അറിഞ്ഞുകൂടാ, സഭാത്മ ജീവിതത്തിൻ്റെ മഹാത്മ്യം അവർക്ക് അറിഞ്ഞുകൂടാ. അവരുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ അത് പരിശീലിപ്പിക്കുന്നതിൽ അത്ര ശുഷ്കാതി കാണിച്ചിട്ടുണ്ടാവില്ല. ഈ സ്ഥിതി നമ്മുടെ കേരളത്തിൽ വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു നല്ല ഭാവി നിങ്ങൾ കരുതുന്നെങ്കിൽ, അവരുടെ നിത്യത ഉറപ്പാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഈ ഭൗതിക തലത്തിലെ പരിശീലനം മാത്രം കൊടുത്ത് അവരെ ലോകത്തിൻ്റെ മനുഷ്യരായി വളർത്താതെ ആത്മീയമായ വിധത്തിലും അവരെ പരിശീലിപ്പിച്ചെടുത്ത് നല്ല മാതൃകകൾ അവർക്ക് നൽകി അവരെ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ, ഭക്തിയുടെ മാർഗത്തിൽ, സഭാ ചൈതന്യത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ഇന്നൊരു നിസ്സംഗതയാണല്ലോ നമുക്ക്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിൽ ഒരു നെല്ലിമരത്തെ കയറുകയോ ഒരു മാവേൽ കയറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കാണുന്ന പ്രായമായ കാരണവന്മാർ വഴക്ക് പറഞ്ഞ് ഓടിക്കും, സ്കൂളിലേക്ക് വീട്ടിലേക്കൊക്കെ ഓടിക്കും. എന്താണ് കാണിക്കണത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്ത് കണ്ടാലും മനുഷ്യൻ പ്രതികരിക്കാത്ത ഒരു നിസ്സംഗതയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റണില്ല, മിണ്ടാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിസ്സംഗത, ഈ ഒരു മിണ്ടാത്ത അവസ്ഥ വലിയ ദുരന്തം നമ്മുടെ സഭയിൽ, നമ്മുടെ മക്കളുടെ തലമുറ വരുത്തി വയ്ക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവരുടെ ഭവനം അതിവേഗം നശിക്കുമെന്ന് ബൈബിൾ പറഞ്ഞത് സത്യമാണ്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ മക്കൾ വേണ്ടാന്ന് വയ്ക്കുന്നു. വിശ്വാസവും ഭക്തിയില്ലെങ്കിൽ അവർക്ക് മക്കളെ പോറ്റാൻ ഭാരമാണ്, ബുദ്ധിമുട്ടാണ്. അവർക്ക് വിവാഹം പോലും വേണ്ടാന്ന് തോന്നും. അവർക്ക് വിവാഹം കഴിച്ചാൽ തന്നെ മക്കൾ വേണ്ടാന്ന് തോന്നും. അങ്ങനെ ആ പള്ളിയിൽ പോകുന്നത് ഒരു നഷ്ടമായിട്ട് തോന്നും. ആ സമയത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റിലോ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റിയാൽ അത്രയും നേട്ടമായിട്ട് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കും. പ്രിയപ്പെട്ട, എന്നാൽ ആത്മീയ മനുഷ്യനോ ലോകത്തിൻ്റെ കളങ്കമേശാതെ തങ്ങളെ തന്നെ കാക്കും. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യം വായിച്ചാൽ
സൂസന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അവൾ അതീവ സുന്ദരിയും ദൈവഭക്തയുമായിരുന്നു എന്നാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ പെൺകുട്ടിയെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ച് ബൈബിൾ നമുക്ക് നൽകുന്ന 2 പ്രത്യേകതകളാണ്. അവൾ അതീവ സുന്ദരിയായിരുന്നു, അതോടൊപ്പം തന്നെ അവൾ ദൈവഭക്തയായിരുന്നു. എന്നിട്ട് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ 3-4 വചനത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവളുടെ മാതാപിതാക്കൾ മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ഈ പെൺകുട്ടിയെ ലോകത്തിൻ്റെ കളങ്കമേശാതെ വിശ്വാസത്തിലും ഭക്തിയിലും പ്രാർത്ഥനയിലും വചനത്തിലും എങ്ങനെയാണ് വളർന്നു വരേണ്ടതെന്ന് അവളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു. സഭയല്ല, അവരുടെ സമൂഹമല്ല പഠിപ്പിച്ചു, അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. പല കാരണവന്മാരും വിചാരിക്കുന്നത് എന്താ, സൺഡേ സ്കൂളിലേക്ക് വിട്ടാൽ ഉത്തരവാദിത്തം തീർന്നു, അച്ഛൻ പഠിപ്പിച്ചോളും, കന്യാസ്ത്രീ പഠിപ്പിച്ചോളും. അങ്ങനെ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. മാതാപിതാക്കളാണ് ഈ പരിശീലനം കൊടുക്കേണ്ട ആൾക്കാർ. ഹല്ലേലൂയ. ജോൺ പോൾ സെക്കൻഡ് പാപ്പ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സെമിനാരിയിലത്തെ ആദ്യത്തെ റെക്ടർ എന്ന് വെച്ചാൽ പഠിപ്പിച്ച ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അപ്പനാണ്. എന്ന് വെച്ചാൽ ജോൺ പോൾ സെക്കൻഡ് പാപ്പ, വിശുദ്ധനായ ആ മാർപ്പാപ്പ പറയാണ്, എൻ്റെ ആദ്യത്തെ പരിശീലകൻ എൻ്റെ അപ്പനാണ്. സന്മാർഗീയ കാര്യങ്ങൾ, അതുപോലെ തന്നെ വിശുദ്ധിയുടെ കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, ദൈവവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, ഭക്തിയുടെ കാര്യങ്ങൾ ഈ മാർപ്പാപ്പ ആദ്യമായിട്ട് അഭ്യസിച്ചത് സെമിനാരിയിൽ വന്നിട്ടല്ല, വീട്ടിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുടുംബം ഇതുപോലത്തെ ഒരു പരിശീലനക്കളരിയായിട്ടുണ്ടോ? ഈ സൂസന്ന എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കളിൽ നിന്ന് ഈ ഭക്തി അഭ്യസിച്ചു, ഈ വിശ്വാസം പരിശീലിച്ചു, ഈ പ്രാർത്ഥന പരിശീലിച്ചു. ലോകത്തിൻ്റെ കളങ്കമേശാതെ എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടതെന്ന് കാരണവന്മാർ അവളെ പഠിപ്പിച്ചു. അപ്പം എന്തായി? ആ പരിശീലനത്തിൽ അവൾക്കെതിരെ ഒരു പാപസാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ അവൾക്ക് പറ്റി. അതാണ് യാക്കോബിന്റെ ലേഖനം 1:27 നമ്മൾ വായിച്ചില്ലേ? അതായത് അനാഥരുടെയും വിധവരുടെയും സഹായത്തിന് ഓടിയെത്തണം, അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ കളങ്കമേശാതെ തങ്ങളെ തന്നെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ ഭക്തി. ഇതാണ് ദൈവപിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നിഷ്കളങ്കമായ ദൈവഭക്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധവും നിഷ്കളങ്കവുമായ ദൈവഭക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. സുഭാഷിതം 22:6 അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. ശൈശവത്തിൽ തന്നെ, പ്രായമാകുമ്പോൾ. ഇപ്പം കാരണവന്മാർ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? കൗമാരപ്രായത്തിലെത്തി അവർ വീടി വലിക്കാൻ തുടങ്ങി, കള്ളു കുടിക്കാൻ തുടങ്ങി, ബ്ലൂ ഫിലിം കാണാൻ തുടങ്ങി, അല്ലെങ്കിൽ ചീത്തയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കാരണവന്മാർക്ക് ആവലാതിയാണ്. അവർക്ക് എപ്പോഴാണ് ദൈവമേ എൻ്റെ മക്കൾ കൈവിട്ടു പോവാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന എപ്പോഴാണ്? ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും വ്യതിചലിക്കില്ല. ഇനി എന്തെങ്കിലും കാരണത്താൽ എവിടെയെങ്കിലും വെച്ചൊന്ന് തെറ്റിപ്പോയാലും ശൈശവത്തിൽ കൊടുത്ത പരിശീലനം അവരുടെ ഉള്ളിൽ ആത്മീയ സമ്പത്തായി കിടക്കുന്നതുകൊണ്ട്, വിശ്വാസത്തിൻ്റെ ആ ചൈതന്യം അവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്, ദൈവഭക്തിയുടെ ചൈതന്യം അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്ക് മടങ്ങി വരാനൊരു കാര്യം ആയിട്ടത് മാറും. ഹല്ലേലൂയ. ആ നിക്ഷേപിക്കപ്പെട്ട വചനം, ആ ആത്മീയ സമ്പത്ത്, അത് അവരുടെ ആ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് അവർക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ചിന്തയായി രൂപപ്പെട്ട് വരാൻ നമ്മളെ കർത്താവ് അനുവദിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത് ശൈശവത്തിൽ തന്നെ. 5 കാലഘട്ടത്തിലൂടെ മനുഷ്യൻ ജീവിച്ചു പോകില്ലേ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിനകത്ത് എപ്പോഴാണ് ഈ വഴി പരിശീലിപ്പിക്കാൻ ബൈബിൾ പഠിപ്പിച്ചത്? ശൈശവത്തിൽ തന്നെ. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് നമ്മൾ പരിശീലിപ്പിക്കണം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. അവർ സ്വയം പരിശീലിച്ചോളും എന്നല്ല, മറിച്ച് പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് അവർ വ്യതിചലിക്കില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാർദ്ധക്യത്തിലും അവരതിൽ നിന്ന് വ്യതിചലിക്കില്ല. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ വചനം നമുക്ക് വിശ്വസിക്കാം. ശൈശവത്തിൽ തന്നെ. അതല്ലേ ജോൺ പോൾ സെക്കൻഡ് പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ പറഞ്ഞത്? എൻ്റെ അപ്പൻ എന്നെ പരിശീലിപ്പിച്ചെടുത്ത കാര്യം. നാടക കമ്പനി ജോലി ചെയ്തപ്പോഴും, പാറമടയിൽ ജോലി ചെയ്തപ്പോഴും ഈ മാർപ്പാപ്പ തൻ്റെ വിശുദ്ധിയും തൻ്റെ വിശ്വാസവും കെട്ടുപോകാതെ ആ പോളണ്ട് എന്ന് പറയുന്ന അതുപോലത്തെ നെറികെട്ട ഒരു രാജ്യത്തിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, അതുപോലത്തെ വിശ്വാസവും ഇതൊക്കെ ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ ഈ മാർപ്പാപ്പ എങ്ങനെ ഈ ചൈതന്യത്തിൽ വന്നു?
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കെയ്റോൻ ഉച്ചകോടിയിൽ അമേരിക്ക ഒരു ബില്ല് കൊണ്ടുവന്നു, സ്വർഗ്ഗഭോഗികളെ ഒരു കുടുംബമായിട്ട് അംഗീകരിക്കുന്ന ഒരു ബില്ല്. ആ ബില്ല് അന്ന് പാസ്സാകാതെ പോയത് ഈ ജോൺ പോൾ സെക്കൻഡ് എന്ന് പറയുന്ന പാപ്പായുടെ ഒറ്റ ശബ്ദം കൊണ്ടാണ്. എവിടുന്ന് കിട്ടി ധാർമ്മികത? എവിടുന്ന് കിട്ടി മൂല്യം? എവിടുന്ന് കിട്ടി ചൈതന്യം? അത് സെമിനാരി ജീവിതത്തിൽ നിന്ന് മാത്രം കിട്ടിയതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് കുടുംബത്തിൽ നിന്ന്, സ്വന്തം അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്നൊക്കെ അദ്ദേഹം നേടിയെടുത്ത, അദ്ദേഹത്തിന് അവർ പരിശീലിപ്പിച്ചു കൊടുത്ത ആത്മീയ സമ്പത്താണ് ലോകത്തിൽ സഭയെ ഇതുപോലെ ധീരമായി മുൻപോട്ട് നയിക്കാൻ ആ പാപ്പയെ സഹായിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് 2-3 മക്കളുണ്ടെങ്കിൽ അവരിന്ന് ലോകത്തിനെ കളങ്കമേശാതെയും പാപത്തിന് വഴിയെ സഞ്ചരിക്കാതെയും സഭയെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും ഏതെങ്കിലും വിധത്തിൽ ദുഷിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് അവർ ആത്മനാശത്തിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസം പരിശീലിപ്പിക്കണം, പ്രാർത്ഥന പരിശീലിപ്പിക്കണം, ധാർമ്മികത പരിശീലിപ്പിക്കണം, ദൈവഭക്തി നമ്മൾ പരിശീലിപ്പിക്കണം. അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മാതാപിതാക്കളാണ് പിന്നീട് കണ്ണീര് കുടിക്കേണ്ട ഗതികേട് വരുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന മാതാപിതാക്കൾ എന്ന് വെച്ചാൽ ഈ ഭൗതിക തലം മാത്രം പരിപോഷിപ്പിക്കാൻ വേണ്ടി വളരെ പണം ചെലവഴിച്ചും ഒരുപാട് സമയം ചെലവഴിച്ചും അതുമാത്രമാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന ചിന്താഗതിയിൽ അതുമാത്രം ലക്ഷ്യം വെച്ച് തങ്ങളുടെ മക്കളെ പരിശീലിപ്പിച്ചെടുക്കുന്ന മാതാപിതാക്കൾ അവസാനം ഈ ലോകത്തിൽ വെച്ചോ അല്ലെങ്കിൽ പിന്നീടോ വരാനിരിക്കുന്ന ലോകത്തിൽ വെച്ചോ ദുഃഖിക്കേണ്ടി വരും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ സ്വർഗത്തിലും നിങ്ങൾ പരിശീലിപ്പിച്ച മക്കൾ നരകത്തിലുമാണെങ്കിൽ നിങ്ങളുടെ വേദന എന്തായിരിക്കും? നിങ്ങളുടെ ദുഃഖം എന്തായിരിക്കും? നിങ്ങളുടെ കണ്ണീരെന്തായിരിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അവരെ നമ്മൾ യഥാർത്ഥ വഴി പഠിപ്പിക്കുക. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതു വഴിയാണ് നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കേണ്ടത്? യേശുക്രിസ്തു ആകുന്ന വഴി, യേശുക്രിസ്തു ആകുന്ന ജീവൻ, യേശുക്രിസ്തു ആകുന്ന ലക്ഷ്യം. അത് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, പരിശീലിപ്പിക്കണം. അതൊരു സൺഡേ സ്കൂളിൽ നിന്ന് മാത്രം കിട്ടിയാൽ പോരാ, അതൊരു ധ്യാനത്തിന് മാത്രം കിട്ടിയാൽ പോരാ. മറിച്ച് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഈ വിധത്തിൽ ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായി വചനം പഠിപ്പിച്ച് ആത്മീയ പരിശീലനം നൽകി വിശ്വാസത്തിൽ ഉറപ്പിച്ച് ദൈവഭക്തിയിൽ ഉറപ്പിച്ച് പ്രാർത്ഥനയിൽ ഉറപ്പിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മുടെ കർത്താവ് നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതം 22:6. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ വ്യതിചലിക്കില്ല. പ്രിയപ്പെട്ടവരെ, മലാക്കി 2:15 വചനം ചോദിച്ചത് മറക്കരുത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളത് ആഗ്രഹിക്കുന്നത്? ഓരോ കാർന്നവന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മക്കൾ ദൈവഭക്തിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉത്തരോത്തരം വളർന്ന് അവർ ക്രിസ്തുവിൽ ഒന്നായി കാണണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. അതിന് നമ്മുടെ മക്കളെ നല്ല പരിശീലനം കൊടുത്ത് നമുക്ക് വളർത്താം. ഭൗതിക പരിശീലനം മാത്രം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നില്ല. അതിലുപരി ആത്മീയത എല്ലാ വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നമ്മുടെ മക്കളെ ഇന്നു മുതൽ ആ വിധത്തിൽ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക. കാരണവന്മാർക്ക് തെറ്റുപറ്റരുതേ. നിങ്ങൾ വഴി അറിയാതെ വഴിയിലൂടെ നടക്കാതെ വഴി പരിശീലിപ്പിക്കുക എളുപ്പമല്ല. വഴിയിലൂടെ നടന്ന് വഴി അറിഞ്ഞ് വഴി പരിശീലിപ്പിച്ച് നമ്മുടെ മക്കളെ ദൈവത്തിലെത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിലൂടെ കേട്ട വെളിപ്പെടുത്തലനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.